സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. അവൻ സമ്പന്നൻ ആയിരുന്നിട്ടും ദരിദ്രരായിരുന്ന നിങ്ങൾക്ക് വേണ്ടി. ദരിദ്രനായെന്ന് പറയുന്നില്ല. എന്താണ് പറഞ്ഞത്? അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി. യേശുക്രിസ്തുവിൻ്റെ കൃപ, അവൻ്റെ സ്നേഹം, അവൻ്റെ കരുണ, അവൻ്റെ മനസ്സലിവ് എന്താണെന്ന് അറിഞ്ഞതായ വ്യക്തി ഈ ലോകത്തിൽ മറ്റൊന്നും തന്നെ ആശിക്കുകയില്ല. അവൻ്റെ കൃപ എന്താണ്? അവൻ സമ്പന്നൻ ആയിരുന്നിട്ടും. പലരും നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, യേശുക്രിസ്തുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, കാരണം അവനൊരു പാവപ്പെട്ട ദൈവമാണ്, പാവങ്ങളുടെ മാത്രം ദൈവമാണെന്ന് പറയും. ഓ, നിങ്ങളുടെ ദൈവത്തെ ആരാധിച്ച് എന്ത് കിട്ടും? എപ്പോൾ നോക്കിയാലും ക്രൂശിൽ കൈവിരിച്ച് കിടക്കുന്നത് കാണാം, അല്ലെങ്കിൽ ഇങ്ങനെ ഹൃദയം തുറന്ന് കാണിക്കുന്നത് കാണാം, അല്ലെങ്കിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നത് കാണാം. നിങ്ങളുടെ ദൈവത്തിന് എന്താണുള്ളത്? യേശുക്രിസ്തുവിന് 2 കൈകൾ മാത്രമാണ്. നിങ്ങളെപ്പോലെ എന്നെപ്പോലെ അവന് 2 കൈകൾ മാത്രമാണുള്ളത്. എന്നാൽ അവൻ്റെ കൈ നോക്കുമ്പോൾ രക്ഷിക്കാതിരിക്കാൻ തക്കവണ്ണം അവൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല. അതുമാത്രമല്ല, നമ്മുടെ കൈക്ക് ഇത്ര മാത്രമേ നീളമുള്ളൂ. കുറച്ചുകൂടെ ആഞ്ഞാൽ കുറച്ചുകൂടി മുൻപോട്ട് പോകും, അത്രയേ ഉള്ളൂ. എന്നാൽ അവൻ്റെ കൈയുടെ നീളം എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പുറകിലിരിക്കുന്ന പ്രായമുള്ള അമ്മച്ചിയെ വരെ അനുഗ്രഹിക്കാൻ കരം നീട്ടും. ഏറ്റവും വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന ഒരുവിനെ പോലും തൊടുവാൻ കരം നീട്ടും. പാതാളത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെപ്പോലും കരം പിടിച്ചുയർത്തുവാൻ തക്കവണ്ണം ലോകത്തിൽ എവിടെയാണെങ്കിലും ലോകത്തിലുള്ള സകലരെയും ആശ്വസിപ്പിക്കുവാൻ കരമുള്ളതായ ഒരു കർത്താവാണ് അവൻ. രക്ഷിക്കാതിരിപ്പാൻ തക്കവണ്ണം അവൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം അവൻ്റെ കാതുകൾ മന്ദമായിട്ടുമില്ല. അവൻ സകലരുടെയും പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഈ ലോകത്തിൽ നാം നോക്കുമ്പോൾ അനേകം ആളുകൾ, നമ്മുടെ ലോകത്തിൽ നോക്കുക, എത്രയോ ആളുകൾ അപേക്ഷകൾ കൊടുക്കുന്നു രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റുമെന്നാൽ ആ ഹർജികൾ കൊടുക്കുന്നു, ഒരിക്കലും അത് അവരുടെ അടുക്കലെത്തുകയില്ല. എന്നാൽ നമ്മുടെ കർത്താവ് ഏത് വ്യക്തി വിളിച്ചാലും, എവിടെ നിന്ന് വിളിച്ചാലും, യേശുവേ എന്ന് വിളിച്ചാൽ എന്തു വേണമെന്ന് ചോദിക്കും. ആ ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ സമ്പന്നനായ ദൈവമാണ്. ആകാശം എൻ്റെ സിംഹാസനവും ഭൂമി പാദപീഠവും എന്ന് പറഞ്ഞ ദൈവം. ആകാശം മുഴുവനും കൂട്ടിയാൽ അവന് എന്താകുന്നു? സിംഹാസനമാണെന്ന്. ഭൂമി മുഴുവനും നോക്കുമ്പോൾ അവനത് എന്താകുന്നു? ചെറിയൊരു ചപ്പാത്തിപ്പല കണ്ടിട്ടില്ലേ? അവനെ സംബന്ധിച്ചത് അത്രയുമേ ഉള്ളൂ. ഇത്രയും വലിയ ഭൂമി നോക്കുമ്പോൾ അവനെ സംബന്ധിച്ച ചെറിയൊരു പീഠം മാത്രമാണ്. ആകാശം നോക്കുമ്പോൾ ആകാശത്തിൻ്റെ അതിരുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവർക്ക് ഇപ്പോഴും അതിൻ്റെ അവസാനം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അവർ എത്ര ദൂരം വലിയ വലിയ റോക്കറ്റുകൾ അയച്ചിട്ടും വലിയ വലിയ ബഹിരാകാശ പേടകങ്ങൾ അയച്ചിട്ടും ഇപ്പോഴും പഠനം തന്നെയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവർക്ക് അതിൻ്റെ പല പല ഭാഗങ്ങളിലും നക്ഷത്രങ്ങളിലേക്കും ഒന്നും എത്തിപ്പെടുവാൻ കഴിയുന്നില്ല. നവഗ്രഹങ്ങളിൽ മാത്രം പോയിട്ട് വരികയാണ് ചെയ്യുന്നത്. ചില ഗ്രഹങ്ങളിൽ മാത്രമേ പ്രവേശിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. സൂര്യൻ്റെ അടുക്കിലേക്ക് ആർക്കും ചെല്ലുവാൻ കഴിയില്ല. പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കരിഞ്ഞു പോവും. ഈ ആകാശത്തിന് മുകളിൽ മറ്റൊരു ആകാശമുണ്ട്, അതാണ് മധ്യാകാശം. അതിൻ്റെ മുകളിൽ മറ്റൊരു ആകാശമുണ്ട്, അതാണ് 3-ാമത്തെ ആകാശം. അതിനെത്ര ഉയരമുണ്ട് എന്ന് നോക്കുമ്പോൾ ഈ ആകാശത്തിൻ്റെ ഉയരം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ആകാശത്തിൻ്റെ ഉയരം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന് മുകളിലാണ് കർത്താവായിരിക്കുന്നത്. അവിടെ അവൻ ഇരിക്കുന്ന സമയത്ത് അവൻ അവിടെ
കസേരയിലിരിക്കുന്നു എന്ന് വിചാരിക്കുക. അവൻ്റെ കാൽഭാഗം, അവൻ്റെ കാലിൻ്റെ നീളം വരുന്നത് അത് അവൻ്റെ പാദപീഠമാകുന്ന ഭൂമിയിൽ ആകുന്നു. അതായത് ആകാശത്തു നിന്ന് ഭൂമി വരെയുള്ള ദൂരം ആർക്കും അറിയില്ല. അതുപോലെ കർത്താവിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ആർക്കും പറയുവാൻ കഴിയുകയില്ല. ഇത്ര വലിയ ദൈവമായിരിക്കുമ്പോൾ കാലിത്തൊഴുത്തിൽ എന്തുകൊണ്ടാണ് വന്ന് പിറന്നത്? ഇത്ര വലിയ ദൈവമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ശിശുവായിട്ട് വന്ന് ജനിച്ചത്? സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്നതായ ആലയം ഏവിധം. ഈ ദൈവത്തെ ഒരു മുറിയിൽ കൊണ്ട് നമുക്ക് ഇരുത്തുവാനായിട്ട് കഴിയുമോ? അവൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ? അവൻ്റെ മുഖം കോടി സൂര്യന്മാരെക്കാൾ പ്രകാശമുള്ള ശോഭയുള്ളതാണ്. അവൻ്റെ ശബ്ദം നോക്കുകയാണെങ്കിൽ അത് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാകുന്നു. അത്ര വിശ്വസ്വരൂപിയായിരിക്കുന്ന ആ ദൈവത്തിന് മനുഷ്യരായിരിക്കുന്ന നമ്മോടുകൂടെ സഹവസിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് സമ്പന്നനായിരുന്ന ദൈവം, നിത്യനായ ദൈവം, ഉന്നതനായ ദൈവം ഒരു സാധാരണ വ്യക്തിയായി ജഡത്തിൽ അവതാരമെടുക്കുവാനിടയായി ഒരു ചെറിയ ശിശുവായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു ജനിച്ചു. യേശുക്രിസ്തു എവിടെയാണ് ജനിച്ചത്? ബേത്ലഹേമിൽ. ഇപ്പോൾ ബേത്ലഹേം അവിടെയുണ്ടോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ജനിച്ചതായ ബേത്ലഹേം ഇപ്പോൾ അവിടെയുണ്ടോ? ഉണ്ട്. ആ നാടിൻ്റെ പേര് ഇപ്പോഴും അതുതന്നെയാണ്. അവൻ ജനിച്ചതായ സ്ഥലവും അവിടെയുണ്ട്. എനിക്ക് 2 തവണ അവിടെ പോയി കാണുവാനുള്ളതായ ഭാഗ്യം ലഭിച്ചു. യേശുക്രിസ്തു ജനിച്ചതായ ആ ഗുഹ ഞാൻ പോയി കാണുവാനും ഇടയായി. നമ്മൾ പറയുന്നത് പോലെ തൊഴുത്തെന്ന് പറയുമ്പോൾ ഒരു തടി കൊണ്ടുണ്ടാക്കിയതായ, സിമെന്റ് കൊണ്ടുണ്ടാക്കിയതായ ഒരു തൊഴുത്തല്ല, മറിച്ച് അതൊരു സാധാരണ ഒരു ഗുഹയാണത്. അവിടെയാണ് രാത്രിയിൽ പശുക്കളെ കെട്ടിയിടുന്നത്. അങ്ങനെയുള്ളതായ ഒരു ഗുഹയിൽ അവൻ ജനിച്ചതായ ആ സ്ഥലത്ത് ഇപ്പോഴും ഒരു നക്ഷത്രം വെച്ച് ആരാധിക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമില്ലായിരിക്കും. ആ സ്ഥലം ഇപ്പോഴും അവിടെയുണ്ട്. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അത്ര വലിയ ദൈവം ഈ ലോകത്തിലേക്ക് വന്ന് ജനിക്കേണ്ടി വന്നപ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നതായ കർത്താവ് ഏതെങ്കിലും രാജകൊട്ടാരത്തിൽ വന്ന് ജനിച്ച് സ്വർണ്ണ തൊട്ടിലിൽ ആടേണ്ടവനായ കർത്താവ് അവൻ കാലിത്തൊഴുത്തിൽ ജനിച്ചു, കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്ന് പാട്ടുപാടി നമ്മൾ സന്തോഷിക്കുമ്പോൾ ചില ആളുകൾ കാലിത്തൊഴുത്തിൽ ജനിച്ച ദൈവത്തെ ഞങ്ങൾക്കെന്തിനാണ്, ആ ദൈവത്തെ ഞങ്ങൾക്കെന്തിനാണ്, അവൻ എന്തിനാണ് വന്ന് ജനിച്ചത്? എന്തുകൊണ്ടാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായി, ഒരു ഗതിയില്ലാത്തവനായി, ഒരു പാവപ്പെട്ടവനായി, ഒരു ദരിദ്രനായിട്ട് ആ ശിശുവായിട്ട് ജനിച്ചത്? ദരിദ്രരായിരിക്കുന്ന നമ്മെ സമ്പന്നരാക്കുവാൻ. അവൻ സമ്പന്നനായിരുന്നിട്ടും നമുക്ക് വേണ്ടി ദരിദ്രനായിട്ട് മാറി. എത്ര ആളുകൾ ഈ വിഷയത്തെ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് ജനിക്കുവാൻ ഇടയായത്, അവൻ കടന്നു വന്നത് എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നതായ വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലും അനുഭവിക്കുവാൻ കഴിയും. ഒരു ചെറിയ ഉപമ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു ദിവസം ഒരു പെൺകുട്ടി അവളുടെ കൂട്ടുകാരെല്ലാം തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവളുടെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇന്നെൻ്റെ കൂട്ടുകാരെല്ലാം വരുന്നുണ്ട്, നല്ല പായസം ഉണ്ടാക്കണം, നല്ല ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കണം എന്നെല്ലാം പറയാനിടയായി. എന്നാൽ ഒരു നിബന്ധന, നിങ്ങൾ മാത്രം എൻ്റെ ഫ്രണ്ട്സ് വന്നിരിക്കുന്ന സമയത്ത് വെളിയിലേക്ക് വരാൻ പാടില്ല, അടുക്കളയിൽ തന്നെ നിൽക്കണം, വെളിയിലേക്ക് വരുവാനേ പാടില്ല. ശരി മോളെ, നീ എൻ്റെ പൊന്നോമനയല്ലേ, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്നേഹമുള്ളതായ മാതാവ് എല്ലാം ഒരുക്കി വെക്കാനിടയായി. കൂട്ടുകാരികളെല്ലാം കടന്നു വന്നു. ഒരുമിച്ച് അവർ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. രുചികരമായ ആഹാരം കഴിച്ച ശേഷം അവർ പറഞ്ഞു, യോ, ഈ ആഹാരം എത്ര രുചികരമായിരിക്കുന്നു, പായസം എത്ര രുചികരമായിരിക്കുന്നു, ഇതാരാണ് ഉണ്ടാക്കിയത്? അപ്പോൾ സന്തോഷത്തോടുകൂടി അമ്മ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്ന്, ഞാനാണ് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വരുവാനിടയായി. എല്ലാവരും അവരെ തിരിഞ്ഞു നോക്കാനിടയായി. അവരുടെ മുഖം നോക്കിയപ്പോൾ മൊത്തം കരിഞ്ഞ് കരുവാളിച്ചിരിക്കുന്നു. മുഖം മുഴുവനും പൊള്ളി വികൃതമായി, ത്വക്കുകളൊക്കെ ചുക്കിച്ചുളിഞ്ഞ് വളരെ കാണുന്ന ആളുകൾക്ക് അസഹ്യം ഉണ്ടാക്കുന്നതായ വികൃതമായ ഒരു മുഖം. അതുകൊണ്ടാണ് വെളിയിൽ വരാൻ പാടില്ല എന്ന് ഈ മകൾ പറഞ്ഞത്. എന്നാൽ സന്തോഷം സഹിക്കവയ്യാതെ ഇവർ വെളിയിലേക്ക് വരുവാനിടയായി. കൂട്ടുകാരികളെല്ലാം തിരിഞ്ഞു നോക്കിയിട്ട് ഇതാരാകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ആ പെൺകുട്ടി അവരെ നോക്കിയിട്ട് എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞെന്നാണ് വിചാരിക്കുന്നേ. കോപത്തോടുകൂടി എന്തിനാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് എന്ന് ദേഷ്യത്തോടെ ഭാവത്തോടെ നോക്കിയിട്ട് ഇവിടുത്തെ പണിക്കാരിയാണെന്ന് പറഞ്ഞു.
പക്ഷേ അമ്മ നല്ല സ്ത്രീയായിരുന്നു. നമ്മുടെ അമ്മമാരായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് പണിക്കാരിയായിട്ടാണോടി നീ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തലമുടി പിടിച്ചിട്ട് 2 ഇടി വെച്ച് തന്നേനെ. ഇത്രയും ആഹാരമൊക്കെ വെച്ചു വിളമ്പി തരുന്ന നീ തന്നെ എന്നോടിത് പറയണം എന്ന് പറഞ്ഞ് കോപിക്കുമായിരുന്നു. എന്നാൽ ഈ അമ്മ നല്ലൊരു സ്ത്രീയായിരുന്നു, സ്നേഹമുള്ളവളായിരുന്നു. ഒന്നും മിണ്ടാതെ മൗനമായി അകത്തേക്ക് പോകാനിടയായി. ഫ്രണ്ട്സ് എല്ലാം ആഹാരം കഴിച്ച് എല്ലാം നന്നായിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് തിരിച്ചു പോകുവാനിടയായി. എല്ലാവരും പോയ ശേഷം ഈ പെൺകുട്ടി വേഗം അടുക്കളയിൽ ചെന്നു. ദേഷ്യത്തോടുകൂടി, നാണമില്ലാത്ത സ്ത്രീയെ, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? എൻ്റെ മാനം കെട്ടില്ലേ? ഞാൻ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ നിങ്ങൾ എന്താണ്, ഞാൻ പറഞ്ഞതില്ലേ വെളിയിലേക്ക് വരുവാൻ പാടില്ല എന്ന്? എന്തൊരു സ്ത്രീയാണ് നിങ്ങൾ, നിങ്ങളോട് ഞാൻ പറഞ്ഞതില്ല അങ്ങനെ ചെയ്യരുതെന്ന്. നിങ്ങൾ എൻ്റെ അമ്മയെന്ന് പറയുവാൻ തന്നെ എനിക്ക് നാണക്കേടാണ്, ചീ 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 എന്ന് പറഞ്ഞു. എന്ന് പറയുമ്പോൾ അമ്മയുടെ ഹൃദയം പിന്നെയും വേദനിക്കുകയാണ്. ശരി മോളെ, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, ഇറങ്ങിപ്പോകുക. ശരി മോളെ, ഞാൻ പോയേക്കാം, ഞാൻ മരിക്കാനും തയ്യാറാണ്, എന്നാൽ നീ മാത്രം ജാഗ്രതയോടെ ആയിരിക്കണം. എന്നാൽ പോകുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാം. നേരത്തെ തന്നെ പറയാൻ ആലോചിച്ചതാണ്, ഞാൻ പറയാൻ വിചാരിച്ചതാണ്. ഇപ്പോൾ ഞാനത് പറഞ്ഞിട്ട് പോയിക്കോളാം. പറഞ്ഞിട്ട് പോ, ഇറങ്ങിപ്പോകാൻ നോക്ക്. നീ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് ഞാനും വളരെ സുന്ദരിയായിരുന്നു, അതുകൊണ്ടാണ് നീ സുന്ദരിയായിട്ട് ജനിച്ചത്. ഞാൻ സുന്ദരിയായിരുന്നത് കൊണ്ടാണ് നീയും സുന്ദരിയായിട്ട് ജനിച്ചത്. നീ കുഞ്ഞായിരുന്ന സമയത്ത് അന്ന് നമ്മൾ വളരെ പാവപ്പെട്ട ആളുകളായിരുന്നു. നിന്റെ അച്ഛൻ മരിച്ചു പോയിരുന്നു. എല്ലാവരും പറഞ്ഞു ഈ കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊടുത്തിട്ട് നീ വേറെ വിവാഹം കഴിക്കുവാൻ. എന്നാൽ ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കൂലിപ്പണി ചെയ്താണ് വളർത്തിയത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ജോലിക്ക് വേണ്ടി പോകാനിറങ്ങുകയാണ്. നിന്നെ ഉറക്കി തൊട്ടിലിൽ കിടത്തി. ആ കുടിലിൽ ഞാൻ തൊട്ടിലിൽ കിടത്തിയിട്ട് ഞാൻ ജോലിക്ക് പോയിട്ട് തിരികെ വരുന്ന സമയമായപ്പോഴേക്കും നമ്മുടെ വീട് കത്തി അമരുന്നതാണ് ഞാൻ കാണുന്നത്. തീ ആളി പടർന്നുകൊണ്ടേയിരിക്കുന്നു. അയ്യോ, എൻ്റെ മകൾ ഇവിടെയുണ്ട്, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഓടിച്ചെന്നപ്പോഴേക്കും പകുതി വീട് കത്തി നശിച്ചിരുന്നു. ഞാൻ നിലവിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടുവാനിടയായി. അപ്പോൾ ആളുകളെല്ലാവരും എന്നെ തടഞ്ഞു. നിങ്ങളും മരിച്ചു പോകും എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു വയ്ക്കുവാനിടയായി. എന്നാൽ ഞാൻ എല്ലാവരും വിടുവിച്ചുകൊണ്ട് നിന്നെ രക്ഷിക്കണമെന്ന ഒറ്റ ആഗ്രഹത്തോടുകൂടി പാഞ്ഞു ചെന്നിട്ട് നിന്നെ ഞാൻ വാരിയെടുത്തു ആ തീയുടെ നടുവിൽ കൂടി വരുവാനിടയായി. നിന്റെ ദേഹത്ത് ഒരു പൊള്ളൽ പോലും ഏക്കാതെ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് എൻ്റെ മാറിലേക്ക് നിന്നെ ചേർത്തണച്ചിരുന്നു. അങ്ങനെ നിനക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ സുരക്ഷിതമായിട്ട് നിന്നെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വരെയും പൊന്നുപോലെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ മുഖം മാത്രം വന്ന് പൊള്ളുകയും വികൃതമായിട്ട് മാറുകയും ചെയ്തു. ഞാൻ ഈ ദിവസം വികൃതമായിരിക്കുന്നത് കൊണ്ടാണ് നീ ഇന്ന് സൗന്ദര്യത്തോടെ ഇരിക്കുന്നത്. നീ ഇന്ന് സൗന്ദര്യത്തോടെ ഇരിക്കുന്നതിൻ്റെ കാരണം ഞാൻ ആ ദിവസം വികൃതമായി മാറിയത് കൊണ്ടാണ്. ശരി മോളെ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ മകൾ ഇതെല്ലാം മനസ്സിലാക്കി. അവൾ ഹൃദയം തകർന്നുകൊണ്ട് അമ്മയെന്ന് നിലവിളിച്ചു. അമ്മയുടെ കാൽക്കൽ വീണ് കിടന്ന് മാപ്പപേക്ഷിച്ചു. അമ്മ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം അനുഭവിച്ച അമ്മയെയാണല്ലോ ഞാൻ ഇത്രയും ദിവസം തള്ളിക്കളഞ്ഞത്. അമ്മയാണല്ലോ ഞാൻ നിന്ദിച്ചത്. എന്നെ കാത്തുരക്ഷിക്കാനാണല്ലോ അമ്മ വികൃതമായി മാറിയത്, പൊള്ളലേൽക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞു. എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞവൾ കരഞ്ഞു. ഇനിയും ലോകത്തിലുള്ള എല്ലാവരോടും ഞാൻ വിളിച്ചു പറയും, ഇതാകുന്നു എൻ്റെ അമ്മയെന്ന്. എൻ്റെ അമ്മയെപ്പോലെ സ്നേഹമുള്ള, എൻ്റെ അമ്മയെപ്പോലെ ത്യാഗമുള്ളതായ മറ്റു ഒരമ്മ പോലും ഈ ലോകത്തിലില്ല എന്ന് ഞാൻ വിളിച്ചു പറയും. എൻ്റെ അമ്മയെപ്പോലെ സ്നേഹമുള്ള ഒരമ്മ, എൻ്റെ അമ്മയെപ്പോലെ ത്യാഗമുള്ള ഒരു അമ്മ ഈ ലോകത്തിൽ വേറെ ആരുമില്ല എന്ന് ഞാൻ വിളിച്ചു പറയും എന്ന് ആ പെൺകുട്ടി ഉറക്കെ പറയുവാനിടയായി. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. എന്നാൽ ഇതിൽ നമുക്ക് യേശുക്രിസ്തുവിനെ കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു കാലിത്തൊഴുത്തിൽ പിറക്കേണ്ടി വന്നത്? അത്യുന്നതനായ ദൈവം, ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം, ആ ദൈവം എന്തുകൊണ്ട് പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി? അവൻ ഈ ലോകത്തിലേക്ക് ജന്മിക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും നിത്യനരകത്തിലേക്ക് പോകാതിരിക്കുവാൻ, പിശാചിന്റെ കയ്യിൽപ്പെടാതിരിക്കുവാൻ, എന്നെയും നിന്നെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ കാൽവരി ക്രൂശിൽ മരിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാനായി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് പിറന്നത്. പണ്ടിങ്ങനെയുള്ള പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരുന്നു. ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് ആദ്യം എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ടു, അതിനുശേഷമാണ് ഞാൻ രക്ഷിക്കപ്പെടാനിടയായത്. ആ കാലത്ത് ചർച്ചിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള പ്രസംഗം കേൾക്കുമായിരുന്നു. യേശുക്രിസ്തു നിനക്ക് വേണ്ടിയാണ് മരിച്ചത്, നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്,
ഞാൻ ചോദിക്കുമാർക്ക് ഇതെന്താണ് ഇങ്ങനെ? ഞാനപ്പോൾ എൻ്റെ കൂട്ടുകാരനോട് പറയുമായിരുന്നു, നോക്ക്, ആവശ്യത്തിന് പണമൊക്കെ സമ്പാദിച്ചു കൂട്ടിയിട്ട് എന്താണ് ഇവർ വിളിച്ചു പറയുന്നത്? എന്തൊരു വിവരക്കേടാണ്! നമ്മളാണെങ്കിൽ ഇപ്പോഴാണ് ജനിച്ചത്, ഇപ്പോഴാണ് പാപം ചെയ്യുന്നത്. യേശുവാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചിട്ട് മരിച്ച ആ ദൈവം എന്തുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് മാറും? ഇത് വിവരക്കേടാണോ? എന്താണ്? ക്രൂശിനെക്കുറിച്ചുള്ള സുവിശേഷം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനിടയായി. 1977 ഫെബ്രുവരി 15-ാം തീയതി അതേ ആലയത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമുണ്ടെങ്കിൽ എനിക്ക് പ്രത്യക്ഷനാകണം. യേശുക്രിസ്തു സത്യദൈവമാണെങ്കിൽ എൻ്റെ ജീവിതത്തെ മാറ്റണം. കർത്താവേ, നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എന്നെ മാറ്റണമേ എന്ന് ഞാൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ക്രൂശിൻ്റെ ദർശനം ലഭിക്കാനിടയായി. യേശുക്രിസ്തുവിൻ്റെ മുറിവേറ്റതായ രക്തമൊലിക്കുന്ന മുഖം കാണാനിടയായി. നിനക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ പ്രാണൻ കൊടുത്തത് എന്ന ശബ്ദം ഞാൻ കേട്ടു. ആ കാൽവറി ദൃശ്യം ഞാൻ കണ്ടപ്പോൾ, അതുകൊണ്ടാണ് മിനിസ്ട്രിക്കും കാൽവറി എന്നിട്ടിരിക്കുന്നത്. ആ ദൃശ്യം എൻ്റെ ഹൃദയത്തെ തകർക്കുവാനിടയായി, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അന്നുമുതൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ ലോകത്തിൽ ആരും തന്നെ വിശ്വസിച്ചില്ലെങ്കിലും, ഞാൻ വിശ്വസിക്കുന്നു, ഈ ലോകത്തിൽ ആരും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് വേണ്ടി, എളിയവനായ എനിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കർത്താവ് വന്ന് ജനിക്കുവാനിടയായി എന്നെ രക്ഷിച്ചു. എനിക്ക് വേണ്ടി അവൻ പ്രാണനെ നൽകിയിരിക്കുന്നു. അത്രത്തോളം എന്നെ അവൻ സ്നേഹിക്കുന്നു എന്നും. അങ്ങനെയുള്ള വിശ്വാസം നിനക്കുണ്ടോ? എനിക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ജനിച്ചത് എന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ കരമുയർത്തുക. ഹല്ലേലൂയ. നിനക്ക് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് അവൻ ഇറങ്ങി വന്നത്. എന്തുകൊണ്ടാണ്? നിന്നെ രക്ഷിച്ചിട്ട് നിനക്കിഷ്ടമുള്ള പോലെ ജീവിക്കാനാണോ? അല്ലല്ലോ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്നെ എന്തിനാണ് രക്ഷിച്ചത് എന്ന് ഞാൻ ചോദിച്ചു. നിന്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു, നീ എൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കണം, എന്നെ എന്തിനാണ് രക്ഷിച്ചത് എന്ന് നീ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്, എന്നെ രക്ഷിക്കാൻ. എന്തിനാണ്? നിന്നെ സമ്പന്നനാക്കി മാറ്റുവാൻ. എന്നെ കാണുന്നവരാരെങ്കിലും പാവപ്പെട്ടവനാണെന്ന് വിചാരിക്കുമോ? എന്നെ കാണുന്ന വ്യക്തി, അതായത് ജയ്പോളിനെ കാണുന്ന ആരെങ്കിലും പാവപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് ആരെങ്കിലും പറയുമോ? എന്നെ കാണുന്നവർ എന്തു പറയും? ഓ, നിങ്ങൾക്കെന്താണ് കുഴപ്പമുള്ളത്? നിങ്ങൾക്ക് ആവശ്യത്തിന് പണമൊക്കെ ഉണ്ടല്ലോ. അതെ, ഞാൻ സമ്പന്നനാണ്. എൻ്റെ ബാങ്കിൽ പണം കാണില്ല, എനിക്ക് വസ്തുവകളില്ല, എനിക്ക് സ്വന്തം വീടില്ല, ഈ ലോകത്തുള്ള വസ്തുവകൾ ഒന്നും തന്നെയില്ല. എന്നാൽ ഞാൻ സമ്പന്നനാണ്. കാരണം എൻ്റെ യേശു എന്നെ സമ്പന്നനാക്കി മാറ്റി. നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഡ്യൂട്ടി ചെയ്ത് ഓവർ ഡ്യൂട്ടി ചെയ്ത് ഞായറാഴ്ച പോലും ജോലി ചെയ്ത് സമ്പാദിച്ച് എന്തുപറ്റി? കടത്തിലായിരിക്കുന്നു, ഞെരുക്കത്തിലായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? എൻ്റെ ദൈവത്തെ അന്വേഷിക്കുക. എന്താണ് പറഞ്ഞ? മുന്നമേ അവൻ്റെ രാജ്യത്തെയും നീതിയെയും അന്വേഷിക്കുക, അപ്പോൾ ഇവയെല്ലാം നിങ്ങൾക്ക് നൽകാമെന്ന് അവൻ പറഞ്ഞു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുക ഇല്ല. യേശുക്രിസ്തു നിന്നെയും എന്നെയും എല്ലാവരെയും സമ്പന്നനാക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. ഈ ലോകത്തിലെ പണം കൊണ്ടല്ല നാം സമ്പന്നരാകുന്നത്. ഈ ലോകത്തിലെ ധനവാന്മാർക്ക് സുഖവും സന്തോഷവും ഉണ്ടെന്ന് നാം വിചാരിക്കുമെന്നാൽ അവർക്ക് അതില്ല. എന്നാൽ ക്രിസ്തുവിൽ സമ്പന്നർക്ക് ലോകത്തിലെ സുഖവും സന്തോഷവും സമൃദ്ധിയും എല്ലാം ഉണ്ടായിരിക്കും. ഈ ലോകത്തിൽ പണവും സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ സന്തോഷമായിരിക്കുമെന്നാണ് പലരും വിചാരിക്കുന്നത്. സ്വർണമുണ്ടെങ്കിൽ സന്തോഷമുണ്ടാകുമെന്ന്. എന്നാൽ യേശു ക്രിസ്തു പറയുന്നു, നീ സമ്പന്നനായി തീരണം, നീ സമൃദ്ധി ഉള്ള വ്യക്തിയായിട്ട് തീരണമെന്ന് പറയുന്നു. നിങ്ങൾ ബൈബിൾ വായിച്ചാലും അതുപോലെ ഈ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലും യേശുവിനെ അറിയുന്നതിന് മുൻപ് ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതവും അറിഞ്ഞതിന് ശേഷമുള്ളതായ ആ വ്യക്തിയുടെ ജീവിതവും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ വ്യക്തിയുടെ മുഖത്ത് വലിയ സന്തോഷമുണ്ടാകാനിടയാകും, അവൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകാനിടയാകും, അവൻ്റെ കുടുംബ ജീവിതത്തിൽ, അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും സമാധാനവും ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും. എല്ലാവരും പറയുക, എന്നെ സമ്പന്നനാക്കുവാൻ എൻ്റെ കർത്താവ് ദരിദ്രനായി, എനിക്ക് സൗഖ്യം നൽകുവാൻ എൻ്റെ കർത്താവ് വേദന അനുഭവിച്ചു.
എന്നെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി എൻ്റെ കർത്താവ് മരിച്ചു. എന്നെ രക്ഷിക്കുവാനായി എൻ്റെ കർത്താവ് യാഗമായി തീർന്നു. എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കാനിടയായി. ഇത് ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയുക. വിശ്വസിച്ചവർ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? വിശ്വസിച്ച ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? വിശ്വസിച്ച യേശുക്രിസ്തുവിനെ അനുഗമിക്കണം. എനിക്ക് യേശുവിനെ ഒരുപാട് ഇഷ്ടമാണ്, സ്നേഹമാണ്. അവന്റെ പൈതലായി ജീവിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്താമോ? കരങ്ങൾ ഉയർത്തിയവർ ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ പറഞ്ഞവർ കണ്ണുകൾ അടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ കൂടി കർത്താവിനോട് പറയുക, എനിക്ക് വേണ്ടി സ്വർഗത്തെ വിട്ടിറങ്ങി വന്നവനായ കർത്താവേ, എന്നെ വിടുവിക്കുവാനായി ഭൂമിയിലേക്ക് വന്ന് ജനിച്ച യേശുവേ, ഈ ലോകത്തിലുള്ള പാപത്തിന്റെ വിഷയത്തിൽ മുഴുകി ഞാൻ ജീവിച്ചു പോകാതിരിക്കാൻ, ഈ ലോകത്തെ സ്നേഹിച്ചു പോകുന്ന വ്യക്തിയായിട്ടല്ലാതെ കർത്താവേ, നിന്റെ പൈതലായിട്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. എല്ലാവരും കർത്താവിനോട് പറഞ്ഞാട്ടെ, എല്ലാവരും അവനോട് പ്രാർത്ഥിച്ചാട്ടെ. എനിക്ക് വേണ്ടിയാണ് എൻ്റെ യേശു ക്രിസ്തു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഇറങ്ങി വന്ന് സ്വർഗീയ സിംഹാസനത്തെ വിട്ട് ഇറങ്ങി വന്നത് എന്നെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി, എന്നെ വെടിവെച്ചൊരു രാജകുമാരനെ പോലാക്കുവാൻ, എന്നെ കിരീടം ധരിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കർത്താവിനോട് പറയുക. എല്ലാ വ്യക്തികളും വായ് തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഇപ്പോൾ ആരൊക്കെയാണോ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ കർത്താവേ, എൻ്റെ ദാരിദ്ര്യത്തിൽ തന്നെ വിടുവിക്കുമാറാകണമേ. എൻ്റെ കുറവുകളെ, എൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റണമേ അപ്പാ. എൻ്റെ സകല പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കുമാറാകണമേ. എൻ്റെ പഴയ ജീവിതം ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. എനിക്കൊരു പുതിയ ജീവിതം നൽകണമേ കർത്താവേ. വരുവാനുള്ള പുതിയ വർഷത്തിൽ നിന്റെ സാക്ഷിയായിട്ട് ജീവിച്ച് മുൻപോട്ട് പോകുവാനായി ഇപ്പോൾ തന്നെ എന്നെ അഭിഷേകം ചെയ്യണമേ, ഇപ്പോൾ തന്നെ എന്നെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ആരൊക്കെയാണോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാം അഭിഷേകം ചെയ്യണമേ. അവരുടെ ഹൃദയത്തിൽ വലിയ സമാധാനം നീ കൊടുക്കുമാറാകണമേ. അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതൽ നീ കൊടുക്കുമാറാകണമേ. അവരുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളിൽ നിന്നും അവരെ വിടുവിച്ച് മുൻപോട്ട് കൊണ്ടുപോകുമാറാകണമേ. അവരുടെ ദാരിദ്ര്യത്തിൽ നിന്നും അവരെ വിടുവിക്കുമാറാകണമേ. അവരെ സമ്പന്നതയിലേക്ക്, സമൃദ്ധിയിലേക്ക്, അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുമാറാകണമേ. നിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവരുടെയും ഉള്ളത്തിൽ നിറച്ചുകൊണ്ട് പുതിയൊരു സംവത്സരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് വിശ്വാസത്തിൽ ഇടറാതെ മുൻപോട്ട് പോകുന്നതിന് വേണ്ടി അഭിഷേകത്താൽ, അനുഗ്രഹത്താൽ നിറച്ച് എല്ലാവരെയും അയക്കുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. കർത്താവിന്റെ ഹിതമ്പുകൾ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.